ओम श्री सद्गुरु चरणारविंदाभ्याम नमः। गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारंभां शंकराचार्य मध्यमाम् अस्मदाचार्य पर्यन्तां वन्दे गुरुपरम्परां। शास्त्रं शारीरमीमांसा देवस्तु परमेश्वरः आचार्य शंकराचार्यो सन्तु मे जन्म जन्मनि। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्र पराशरं च व्यासं शुकं गौडपदं महान्तं गोविन्द योगीन्द्रमथास्य शिष्यं श्रीशंकराचार्यमथास्य पद्मपातं जहस्तामलकं च शिष्यं तन्तोटकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि। चित्रं वडदरोर्मूले वृद्धा शिष्या गुरुर्युवा गुरोस्तु मौनं व्याख्यानं शिष्यास्तु छिन्न संशयाः। എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഭഗവത്പാദ രചിച്ചതായ അനേകം സ്തോത്രങ്ങൾ, അതിൽ വേദാന്ത സ്തോത്രങ്ങൾ എന്ന് പറയപ്പെടുന്ന ചില സ്തോത്രങ്ങളിലെ ഏറ്റവും പ്രാധാന്യം ഏറിയതാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. അദ്വൈത വേദാന്തത്തിലുള്ള എല്ലാ വിഷയങ്ങളും അവയുടെ സാങ്കോപാംഗമായ വിവരണങ്ങൾ ഉൾപ്പെടുന്ന തരത്തിൽ ഈ ശ്ലോകങ്ങളിൽ ആചാര്യൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്തോത്രത്തിന്റെ സമഗ്രമായ പഠനത്തിലൂടെ വേദാന്ത ആ ഒരു പഠനത്തിലേക്ക് ഉള്ള പ്രവേശനം സുഗമമാകുന്നു. ഇവിടെ ആചാര്യൻ പ്രതിപാദിച്ചതായ വളരെ ഗഹനമായ ഗംഭീരമായ ഈ വിഷയങ്ങൾക്ക് ഒരു വ്യാഖ്യാനം നൽകി നമുക്ക് പരമോപകാരം നമുക്ക് അനുഗ്രഹിച്ചതായ സുരേശ്വരൻ, ആ സുരേശ്വരനെയാണ് നാം വാർത്തികകാരൻ എന്ന് പറയുന്നത്. സാന്ദർഭികമായി ആചാര്യനോടൊപ്പം തന്നെ ആചാര്യ ശിഷ്യന്മാരെയും പ്രധാനികളെയും നാം അനുസ്മരിക്കേണ്ടതാണ്. അതിൽ സുരേശ്വരൻ എന്ന ഈ ശിഷ്യൻ പൂർവാശ്രമത്തിൽ, ഗൃഹസ്ഥാശ്രമത്തിൽ മഹാമീമാംസകനായിരുന്നു. ഉപനിഷത്തുകൾ എന്ന വേദങ്ങളുടെ അന്തിമ ഭാഗത്തിലെ താത്പര്യത്തിനോട് തീരെ അശ്രദ്ധ പുലർത്തിക്കൊണ്ട് പൂർവഭാഗമായ കർമ്മകാണ്ഡത്തിൽ മാത്രം അതീവ ശ്രദ്ധ, അതീവ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീവ്ര കർമ്മഠനായ പൂർവമീമാംസകനായിരുന്നു. ഈ വസ്തുതകളെല്ലാം ജഗദ്ഗുരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആചാര്യന്റെ ആ ഒരു വാദങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചതായ ആ ധിഷണാ വൈഭവത്തിന്റെ മുന്നിൽ വാദപ്രതിവാദത്തിൽ പൂർവാശ്രമത്തിലെ ഈ മണ്ഡനമിശ്രന് വിശ്വരൂപൻ എന്നൊരു പേരുമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. മണ്ഡനമിശ്രൻ എന്നുള്ളത് ഒരു ഭൂഷണ നാമമായിരുന്നു എന്നുമൊക്കെ പറയാറുണ്ട്. മിശ്ര എന്ന് പറയുന്നതായ മിശ്രകുലോദ്ഭവാഹ എന്ന് പറയാറുണ്ട്. മൈഥിലേയൻ, അതായത് മിഥില പ്രാന്തത്തിലുള്ള പണ്ഡിതന്മാരാണ് മിശ്ര എന്ന ഈ ഒരു നാമം കൂടി ചേർത്ത് അവർ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഈ പൂർവകാണ്ഡത്തിൽ, പൂർവമീമാംസയിൽ അത്യധികം പാണ്ഡിത്യം പ്രകടിപ്പിച്ച ഈ സുരേശ്വരൻ, അതായത് വിശ്വരൂപൻ എന്ന ഈ മണ്ഡനമിശ്രൻ വാദത്തിൽ പരാജിതനായി. ആ വാദത്തിലെ ഉഭയകക്ഷി സമ്മതമായ കരാറ് പ്രകാരം
അദ്ദേഹം ആചാര്യനിൽ നിന്നും സന്യാസം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായ പാണ്ഡിത്യം മനസ്സിലാക്കി ആചാര്യൻ 2 ഗ്രന്ഥങ്ങൾ രചിക്കുവാൻ നിർദ്ദേശിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ബൃഹദാരണ്യ ഉപനിഷത്ത് വാർത്തികവും തൈത്തിരീയ ഉപനിഷത്ത് ഭാഷ്യ വാർത്തികവും. ബൃഹദാരണ്യക ഉപനിഷത്തിനും തൈത്തിരീയോപനിഷത്തിനും ആചാര്യൻ രചിച്ചതായ ഭാഷ്യത്തിന്റെ വിശദീകരണമാണ് വാർത്തിക. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നാം വാർത്തികകാരൻ എന്ന് പറയുന്നത്. അപ്പോൾ നാം പറഞ്ഞതായ ആ ഗുരുവന്ദന ശ്ലോകത്തിലെ തം തോടകം വാർത്തികകാരം എന്ന് പറയുന്നു. ആ വാർത്തികകാരനാണ് ഈ സുരേശ്വരൻ. സുരേശ്വരൻ രചിച്ച മാനസോല്ലാസമാണ് ആചാര്യന്റെ അതിഗംഭീരമായ അതിഗഹനമായ ഈ സ്തോത്രത്തിലെ പംക്തികൾക്ക് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നതും. അതുപോലെ ശ്രീ രാമാനന്ദയതി എന്ന വേറൊരു സന്യാസി ശ്രേഷ്ഠൻ രചിച്ച തത്വസുധ എന്ന വ്യാഖ്യാനവും, അതിനുശേഷം പ്രാചീനരും ആധുനികരുമായ പല മഹത് വ്യക്തികളും ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് വിശദവും ഹ്രസ്വവും ആയിട്ടുള്ളതായ വ്യാഖ്യാനങ്ങളും ടീകകളും ടിപ്പണികളും എല്ലാം രചിച്ച് ഈ അദ്വൈത വിദ്യാ സമ്പ്രദായ സാഹിത്യത്തിന് പരമമായ ഒരു ഉത്കർഷം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇത് പറഞ്ഞത് വാർത്തികകാരൻ എന്നറിയപ്പെടുന്നതായ സുരേശ്വരൻ. അദ്ദേഹം പൂർവാശ്രമത്തിൽ മഹാമീമാംസകനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ അദ്വൈത ഗ്രന്ഥ വിശദീകരണത്തിൽ ചിലപ്പോൾ പൂർവമീമാംസയുടെ സ്വാധീനം കണ്ടേക്കാം എന്ന് സംശയിച്ചവരായ മറ്റു പ്രമുഖ ശിഷ്യന്മാരുടെ ആ ഒരു സംശയം തീർക്കുന്നതിന് വേണ്ടിയാണ് ആചാര്യൻ ഈ സുരേശ്വരനോട് ഒരു സ്വതന്ത്ര ഗ്രന്ഥം നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടത്. അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന സ്വതന്ത്ര ഒരു ഗ്രന്ഥം. വളരെ വളരെ പണ്ഡിത ലോകം വളരെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്നതായ നൈഷ്കർമ്മ്യ സിദ്ധി. അതിൽ പല നൂതനാശയം എന്ന് പറഞ്ഞാൽ മൂല അദ്വൈത ശാസ്ത്രത്തിന് വിരോധമല്ലാത്ത രീതിയിലുള്ളതായ വിശദീകരണങ്ങൾ പലതും നൂതനമായ രീതിയിൽ സുരേശ്വരൻ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തിൽ പത്മപാദന്റെ പഞ്ചപാദികയ്ക്ക് ശേഷം വരുന്നതായ പഞ്ചപാദിക വിവരണ പ്രമേയ സംഗ്രഹം മുതലായ ഗ്രന്ഥങ്ങളും, അതുപോലെ സുരേശ്വരന്റെ ഈ 3 ഗ്രന്ഥങ്ങൾ, അതായത് ബൃഹദാരണ്യ ഉപനിഷത്ത് ഭാഷ്യവാർത്തികം, തൈത്തിരീയ ഉപനിഷത്ത് ഭാഷ്യവാർത്തികം, അതുപോലെ നൈഷ്കർമ്മ്യ സിദ്ധി, അതോടൊപ്പം ഈ മാനസോല്ലാസ വ്യാഖ്യാനവും, ഇവയെല്ലാം തന്നെ അദ്വൈത സിദ്ധാന്തം പഠിപ്പിക്കുന്നവർക്കും പഠിപ്പിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു ബൗദ്ധികമായ വ്യാപാരമല്ല. അത് ബോധത്തിലേക്ക് നയിക്കുന്ന, പഠനത്തിലൂടെ ബോധത്തിലേക്ക് നയിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ വളരെ വളരെ സഹായകമായി തീരുന്നു. 4 സിദ്ധിഗ്രന്ഥങ്ങളെ കുറിച്ച് അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. സുരേശ്വരൻ രചിച്ചതായ നൈഷ്കർമ്മ്യ സിദ്ധി, അതുപോലെ ഇഷ്ടസിദ്ധി, വിമുക്താത്മ എന്ന ഒരു ഭിക്ഷു രചിച്ചതായ ഇഷ്ടസിദ്ധി, അതുപോലെ ആചാര്യന്റെ സമകാലീനനും അദ്ദേഹത്തിന്റെ, അതായത് ഒരു പൂർവ സമകാലീനൻ എന്ന് പറയാം, എൽഡർ കണ്ടംപററി, ജ്യേഷ്ഠ തുല്യനും സമകാലീനനുമായ
മണ്ഡനമിശ്രൻ രചിച്ച ബ്രഹ്മസിദ്ധി, അതുപോലെ അദ്വൈതസിദ്ധി, മധുസൂദന സരസ്വതി രചിച്ചതായ അദ്വൈതസിദ്ധി. ഈ 4 ഗ്രന്ഥങ്ങളുമാണ് സിദ്ധി ചതുഷ്ടയം. അതായത് നൈഷ്കർമ്മ്യസിദ്ധി, ഇഷ്ടസിദ്ധി, പിന്നെ അദ്വൈതസിദ്ധി. ഇവ 4മാണ് അദ്വൈത സിദ്ധാന്തത്തിലെ വളരെ പ്രാധാന്യം നിറഞ്ഞ ഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇവയെല്ലാം തന്നെ പിൽക്കാലത്ത് പല പണ്ഡിതന്മാരും പല ആചാര്യന്മാരും രചിച്ച ഗ്രന്ഥങ്ങൾക്കെല്ലാം മൂലഭൂതമായ പല അംശങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ കാണപ്പെടുന്നതുമാണ്. ഇവിടെ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ 3-ാമത്തെ ശ്ലോകത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നാം എത്തി. 4-ാമത്തെ ശ്ലോകത്തിലേക്ക് നാം കടക്കും. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അതായത് വേദവചസ യോബോധയത്യാശ്രിതാൻ എന്ന് പറഞ്ഞു. വേദവാക്യങ്ങളിലൂടെ, ഉപനിഷത് വാക്യങ്ങളിലൂടെ ഈ അഖണ്ഡാർത്ഥബോധത്തെ ഉപദേശിക്കുന്നതായ ഗുരുസ്വരൂപം ആശ്രിതാൻ, ആ ഗുരുസ്വരൂപം എന്താണെന്നും എങ്ങനെ ശിഷ്യൻ ആശ്രയിക്കണമെന്നുള്ളതുമായ ചില വിഷയങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം സാമാന്യമായി മനസ്സിലാക്കി. വേദവചസ എന്ന് പറയുന്നു. എന്താണ് ഈ വേദവചസ് എന്നുകൂടി ഒന്ന് നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. വേദം എന്ന് പറയുന്നത് അത് സ്വയം ഈശ്വരനോടുകൂടി, ഈശ്വരൻ ആവിർഭവിച്ചു എന്ന് പറയുമ്പോൾ വേദങ്ങളും ആവിർഭവിച്ചു എന്നാണ് പറയുന്നത്. വേദങ്ങൾ അനാദിയാണ്. ഈശ്വരൻ അനാദിയായതുപോലെ വേദങ്ങളും അനാദിയാണ്. ഈശ്വരൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വേദങ്ങളും ഉണ്ടായി എന്ന് പറയാം. വേദൈശ്ച സർവൈരഹമേവ വേദ്യഃ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. വേദങ്ങളിൽ എല്ലാം, വേദൈശ്ച സർവൈഹി അഹമേവ വേദ്യഃ, വേദദ്വാര അറിയേണ്ടത് ഞാനാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. വേദാന്ത കൃത് വേദവിദേവ ചാഹം എന്ന്. അതുപോലെ സർവേ വേദാഹ യത് പദം ആമനന്തി എന്ന് വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വേദം എന്ന് പറയുന്നത് വിദ്യയാണ് വേദം. വേദത്തിന്റെ ഒരു, അതായത് വിദ്യ എന്ന് പറയുമ്പോൾ അലൗകികം പുരുഷാർത്ഥോപായം വേത്തി അനേന ഇതി വേദശബ്ദ നിർവചനം എന്ന് പറയുന്നു. സാമ്പ്രദായികമായ ഒരു വിശദീകരണം. വേദം എന്നത് അലൗകികമായ പുരുഷാർത്ഥ ഉപായം. ഇവിടെ പരമപുരുഷാർത്ഥമാണ് മോക്ഷം, മുക്തി. ആ മുക്തി എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യ, അതായത് ബ്രഹ്മാത്മൈകത്വ ജ്ഞാനം, അതാണ് മുക്തി. അത് ബ്രഹ്മവിദ്യ. ഈ ബ്രഹ്മവിദ്യയെ ആണ് ഇവിടെ വേദശബ്ദം കൊണ്ട് നിർവചിക്കുന്നത്. അതാണ് അലൗകികമായ. ലൗകികമായ പുരുഷാർത്ഥോപായങ്ങൾ മറ്റു പലതുമുണ്ട്. ഇപ്പൊ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. പ്രത്യക്ഷേണാനുമിത്യാപയസ്തൂപായോ ന ബുദ്ധ്യത്തെ. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ ലൗകികമായ വിഷയങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഉപായങ്ങൾ, പ്രമാണങ്ങൾ, മീൻസ് എ വാലിഡ് നോളജ്, അതാണ് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം മുതലായവ. ലൗകിക ശബ്ദം ഇവയെല്ലാം തന്നെ പ്രമാണങ്ങളാണ്. നേരിട്ട് നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ അതാണ് പ്രത്യക്ഷം. ഇന്ദ്രിയാർത്ഥ സന്നികർഷ ജന്യം ജ്ഞാനം പ്രത്യക്ഷം. ഞാൻ ഒരു വസ്തുവിനെ കാണുന്നു, ഘടം എന്നൊരു വസ്തുവിനെ, ഒരു കുടത്തെ കാണുമ്പോൾ അഹം ഘടം ജാനാമി എന്ന ബോധമുണ്ടാകുന്നു. ഇത് പ്രത്യക്ഷമാണ്. ഇന്ദ്രിയം, ചക്ഷുരിന്ദ്രിയവും ഘടം എന്ന വസ്തുവും തമ്മിൽ
ഒരു സന്നികർഷം ഉണ്ടാകുന്നു. അതിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനമാണ് പ്രത്യക്ഷം. അനുമാനത്തിലൂടെ ഇതുപോലെ ജ്ഞാനം ഉണ്ടാകുന്നു. എങ്ങനെ? മേഘഗർജനം കൊണ്ട് മഴ ഉണ്ടാകാൻ പോകുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ദൂരെ ഒരു സ്ഥലത്ത് പുക ഉയരുന്നത് കണ്ട് എത്ര ധൂമഃ തത്ര വഹ്നിഃ, എവിടെ ധൂമമുണ്ടോ അവിടെ വഹ്നി, അഗ്നി ഉണ്ടെന്ന് നാം അനുമാനിക്കുന്നു. അത് അനുമാനം. അതിനെ ഇൻഫറൻസ് എന്ന് പറയും. പ്രത്യക്ഷത്തെ പെർസെപ്ഷൻ എന്ന് പറയും. നേരിട്ട് കാണുന്നു. ഈ പ്രത്യക്ഷം 6 തരത്തിലാണ്. അതായത് നമ്മുടെ ഇന്ദ്രിയേദ്യമായ ത്വക്ക് കൊണ്ടുള്ള പ്രത്യക്ഷം, തൊട്ടു നോക്കുമ്പോൾ ത്വാച പ്രത്യക്ഷം, ശ്രോത്രിയേന്ദ്രിയം കൊണ്ട് കേൾക്കുമ്പോൾ ശ്രാവണ പ്രത്യക്ഷം, ചക്ഷുരേന്ദ്രിയം കൊണ്ട് നോക്കുമ്പോൾ ചാക്ഷുഷ പ്രത്യക്ഷം, രസനേന്ദ്രിയം നമ്മുടെ നാക്കുകൊണ്ട് രസം അനുഭവിക്കുമ്പോൾ രാസന പ്രത്യക്ഷം, അതുപോലെ ഘ്രാണേന്ദ്രിയം കൊണ്ട് ഒരു വസ്തുവിന്റെ ഗന്ധം ഉണരുമ്പോൾ അത് ഘ്രാണജ പ്രത്യക്ഷം. ഇങ്ങനെ 6. പിന്നെ മാനസ പ്രത്യക്ഷം, ഇങ്ങനെ സുഖദുഃഖാദികൾ, ഇവയെല്ലാം ഇങ്ങനെയൊക്കെ 6 തരത്തിൽ പ്രത്യക്ഷങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം ലൗകിക പ്രത്യക്ഷമാണ്. പക്ഷെ ഈ പ്രത്യക്ഷം കൊണ്ടോ അനുമതി കൊണ്ടോ മറ്റ് പ്രമാണങ്ങൾ കൊണ്ടോ, ലൗകിക ശബ്ദം കൊണ്ട്, വേദം ശബ്ദമാണ്, പക്ഷേ ലൗകിക ശബ്ദം അല്ല വേദം, അലൗകികമായ ശബ്ദമാണ് വേദം. ഇപ്പോ ലൗകിക ശബ്ദം എന്ന് പറഞ്ഞാൽ ആപ്തവാക്യം. ആപ്തവാക്യമാണ് ശബ്ദം. എങ്ങനെയുള്ള ആപ്തനാണ്? ഇപ്പോൾ ഒരു ആപ്തൻ, വിശ്വാസയോഗ്യനായ ഒരു വ്യക്തി പറഞ്ഞാൽ അത് പ്രമാണമാണ് നമുക്ക്. അതാണ് ശാബ്ദ പ്രത്യക്ഷം എന്ന് പറയുന്നത്. വിശ്വാസയോഗ്യമായ ഒരു വ്യക്തി പറയുന്നു. നമ്മളൊരു സ്ഥലത്ത് ചെന്നോ, ഒരു വഴി അറിയാതെ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വിശ്വാസയോഗ്യമായ ഒരാളെ നാം കാണുന്നു. ആളെ കണ്ടാൽ യോഗ്യനാണ്, അയാളോട് വഴി ചോദിക്കുന്നു, അയാൾ പറഞ്ഞു തരുന്നു. അതാണ് ലൗകിക ശബ്ദം. വേദമാകട്ടെ അലൗകിക ശബ്ദമാണ്. വേദത്തിന്റെ ഒരു അവതരണവും വേദം നമ്മെ മനസ്സിലാക്കി തരുന്നതും വേറെ രീതിയിലാണ്. പ്രത്യക്ഷേണ അനുമിത്യാവ യസ്തു ഉപായോ ന ബുദ്ധ്യത്തെ. ഇപ്പോ പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ മനസ്സിലാക്കാൻ കഴിയാത്ത വസ്തുതകൾ, ഉദാഹരണം സ്വർഗകാമോ യജേത, സ്വർഗം എന്നൊരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വർഗമുണ്ട്. എന്തുകൊണ്ട് നാം വിശ്വസിക്കണം? വേദം പറയുന്നു. ഇത് പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ മനസ്സിലാക്കാവുന്നതല്ല. സ്വർഗകാമോ യജേത അനവധി സ്ഥലത്ത് വേദം പറയുന്നുണ്ട്, ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ വേദം പറയുന്നത് കൊണ്ട് സ്വർഗമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു, പരലോകമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. ഏനം വിന്ദന്തി വേദേന, ഇങ്ങനെ വേദം മനസ്സിലാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് വേദസ്യ വേദത, ആ വേദത എന്ന ആ ഒരു സാർത്ഥകമായ സ്വരൂപം അതിന് ലഭിക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നു. ഇപ്പോ അതുകൊണ്ടാണ് ഉപനിഷത്തിൽ പറഞ്ഞത്, ശ്രുതിയിൽ പറഞ്ഞത്, ബൃഹദാരണ്യകത്തിൽ തന്തു ഔപനിഷദം പുരുഷം പൃച്ഛാമി എന്നാണ്. ഉപനിഷത്തിലൂടെ അറിയപ്പെടുന്നതായ തത്വം, ബ്രഹ്മതത്വം പുരുഷം പൃച്ഛാമി എന്ന് പറയുന്നു. അതിനെയാണ് ബ്രഹ്മവിദ്യ ഉപനിഷത് ശബ്ദവാച്യ എന്നൊക്കെ ആചാര്യൻ വിശദീകരിക്കുന്നത് ഭാഷ്യത്തിൽ. ഇപ്പോൾ വിദ്യ 2 തരത്തിലുണ്ടെന്നും നാം മനസ്സിലാക്കണം. ഒന്ന് പരാവിദ്യ, മറ്റൊന്ന് അപരാവിദ്യ. ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മ യത് ബ്രഹ്മവിദോ വദന്തി എന്ന് ശ്രുതിയിൽ പറയുന്നു. മുണ്ടകോപനിഷത്തിൽ വളരെ പ്രസിദ്ധമാണ്. മുണ്ടകോപനിഷത്തിൽ നിന്നും ആചാര്യൻ അനവധി ധാരണികൾ, തൈത്തിരീയത്തിൽ നിന്നും മുണ്ടകത്തിൽ നിന്നും ഛാന്തോക്യത്തിൽ നിന്നും ബൃഹദാരണ്യകത്തിൽ നിന്നും അനേകം ഈ 4 ഉപനിഷത്തുക്കളിൽ നിന്നുമാണ് ഈ അദ്വൈത സിദ്ധാന്തത്തിന്റെ പുനഃപ്രതിഷ്ഠ ആചാര്യൻ ഇവിടെ നമുക്ക് നടത്തി നമ്മെ അനുഗ്രഹിക്കുന്നത്, പുനഃപ്രതിഷ്ഠ നടത്തി അനുഗ്രഹിക്കുന്നത്. ദ്വേ വിദ്യേ വേദിതവ്യേ എന്ന് പറഞ്ഞു. വിദ്യ 2 തരത്തിൽ.
അതായത് ഇത് ലൗകിക വിദ്യകളും അതൊക്കെ എന്താ അപരാവിദ്യ. ഏതെല്ലാം? ഋഗ്വേദോ, യജുർവേദ, സാമവേദോ, അഥർവവേദ ഇതെല്ലാം അപരാവിദ്യയിൽ വരും. ശിക്ഷാകൽപ്പോ വ്യാകരണം, നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. ശരി. അഥ പര യയാ തദക്ഷരമധിഗമ്യത്തെ എന്ന് പറഞ്ഞു. പരാവിദ്യ എന്ന് പറയുന്നതാണ് അക്ഷരം അധിഗമ്യത്തെ. അക്ഷരം നക്ഷരതീതി അക്ഷരം. തത്വം ബോധമാകുന്നത് പരാവിദ്യയിലൂടെ. തമേതം വേദ അനുവചനേന ബ്രാഹ്മണാഃ വിവിദിഷന്തി യജ്ഞേന ദാനേന തപസ അനാശകേന എന്ന് ബൃഹദാരണ്യകോശത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പരാപര വിഭാഗേന വേദാർത്ഥോ ദ്വിവിധ സ്മൃതഃ. പരം അപരം എന്ന് വേദാർത്ഥത്തെ നാം രണ്ട് തരത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ്. വേദാർത്ഥ പരമഃ സാക്ഷാത് പരാത് പരതരം പരം. സൂതസംഹിതയിലെ വചനങ്ങളാണിവ. വേദാർത്ഥ പരമഃ സാക്ഷാത് പരാത് പരതരം പരം. അതാണ് പരമമായ വിദ്യ, പരാവിദ്യ. അത് അക്ഷരം എന്ന് നേരത്തെ സൂചിപ്പിച്ചതായ ബ്രഹ്മതത്വ ബോധകം. അപരോ ധർമ്മസജ്ഞസ്യാത് തത് പരപ്രാപ്തി സാധനം. അപരവിദ്യയാണ് ധർമ്മസജ്ഞ, ധർമ്മം എന്ന സംജ്ഞയോട് കൂടിയതുമാണ്. വേദാദികൾ, ഈ പറയുന്ന ഋഗ്വേദം, യജുർവേദം മുതലായ വേദാദികളുമെല്ലാം, അതോടൊപ്പം ശിക്ഷാകൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം എന്നീ വേദാംഗങ്ങളും ഇവയെല്ലാം തന്നെ പരപ്രാപ്തി സാധനം, പരാവിദ്യയിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ്, പരമ്പരയാ എത്തിക്കുന്നത്. എന്തിനാണ് ഇത് പറയുന്നത്? അധർമ്മ പരിഹാരായ. അധർമ്മ പരിഹാരത്തിന്, അധർമ്മ പരിഹാരത്തിന് വേദാർത്ഥത്വേന ഭക്തിതഃ. അപ്പോ ഔപചാരികമായ ഒരു വേദ ശബ്ദമാണ്, ഈ വിദ്യാശബ്ദമാണ് അപരാവിദ്യയ്ക്ക് നൽകിയിരിക്കുന്നത്. സെക്കൻഡറി ഇതേ ഉള്ളൂ, സെക്കൻഡറി കൊണോട്ടേഷൻ. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ അധർമ്മ പരിഹാരത്തിന് വേണ്ടിയാണ് വേദാർത്ഥത്വേന അപരാവിദ്യ ഭക്തിതഃ ഗീയത്തെ. ഭക്തിതഃ, ഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം ലക്ഷണ എന്നാണ്. അതായത് സെക്കൻഡറി മീനിങ്, ഭാക്തം എന്നും പറയും. ഭക്തി എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് ഭാഷയിൽ. ഗീയത്തെ മുനിശാർദൂലൈഹി. മുനിശാർദൂലം, മുനി സിംഹങ്ങൾ, അതായത് മുനി ഇത് മനസ്സിലാക്കിയവൻ എന്നർത്ഥം, മനനം ചെയ്ത് സ്വായത്തമാക്കിയവൻ. അങ്ങനെയുള്ള മുനിശാർദൂലന്മാരാൽ വേദാർത്ഥത്വേന ഭക്തിതഃ ഗീയത്തെ അപരാവിദ്യ. കഥാചിത് ന തു മുഖ്യതഃ. ഒരിക്കലും മുഖ്യാർത്ഥം അപരാവിദ്യക്ക്, വിദ്യക്ക് നൽകുന്നില്ല. അധർമ്മ പരിഹാരേണ ധർമ്മസ്തു അവ്യാകുലോ ഭവേത്. അധർമ്മം പരിഹരിക്കപ്പെടുമ്പോൾ മാത്രമേ ധർമ്മം അവ്യാകുലം ആകുന്നുള്ളൂ, ധർമ്മത്തിന് ശാശ്വതമായ പ്രതിഷ്ഠ സംഭവിക്കുന്നുള്ളൂ. അവ്യാകുലേന ധർമ്മേണ ശ്രദ്ധയാ അനുഷ്ഠിതേന തു. അങ്ങനെ ശ്രദ്ധയോടെ അവ്യാകുലമായ ധർമ്മം ആചരണത്തോടു കൂടി, ധർമ്മ അനുഷ്ഠാനം കൊണ്ട് വേദാർത്ഥ പരമഃ സാക്ഷാത് സിദ്ധ്യത്യേവ. വേദാർത്ഥമായ പരാവിദ്യ സിദ്ധിക്കുന്നു ഇതി ന സംശയഃ എന്ന് സൂതസംഹിതയിൽ ഇതിന്റെ ഒരു വ്യാഖ്യാനം പറയുന്നു. അങ്ങനെ ഈ തത്ര തന്തു ഔപനിഷദം പുരുഷം പൃച്ഛാമി. ഉപനിഷത്തുക്കൾ, സേയം ബ്രഹ്മവിദ്യ ഉപനിഷത് ശബ്ദവാച്യ. ആചാര്യൻ ഭാഷ്യം ബൃഹദാരണ്യകോ ഉപനിഷത് ഭാഷ്യത്തിലെ ആരംഭത്തിൽ ഇത് പറയുകയാണ്, ഈ ബ്രഹ്മവിദ്യയെ കുറിച്ച്. തത്പരാണാം സഹേതേഹോ സംസാരസ്യ അത്യന്താവസാദനാത്. ഈ സംസാരത്തിന്റെ അവസാദനം,
അവസാദനം എന്ന് പറഞ്ഞാൽ നിശേഷ നാശം, ആത്യന്തികമായ നാശം. ആരുടെ എന്ന് ചോദിച്ചാൽ ഈ സംസാരത്തിന്റെ. അത് മാത്രമല്ല, സഹേതോഹോ, ഹേതുവോട് കൂടിയതായ നാശമാണ്. അതാണ് ഉപനിഷത് ശബ്ദവാച്യ. ഉപനി പൂർവസ്യ സദേഹേ തദർത്ഥത്വാത്ത്. ഉപ പ്ലസ് നീ പ്ലസ് സദ്ല് എന്നൊരു ധാതു, അതാണ് ഉപനിഷത്ത് എന്ന് വരുന്നത്. താദർത്ഥ്യാത് ഗ്രന്ഥോപി ഉപനിഷത്ത് ഉച്യത്തെ. അങ്ങനെ ആ വിദ്യാപ്രതിപാദകമായ ഗ്രന്ഥത്തെയും ഉപനിഷത്ത് എന്ന് പറയുന്നു. ഇവിടെയാണ് ഈ ഉപനിഷത്ത് ശബ്ദാർത്ഥത്തിന്റെ, ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, തത്വവചസ വേദവചസ യോബോധയത്യാശ്രിതാൻ. ആ വേദവചസ്സായ ഉപനിഷത് വാക്യങ്ങളായ മഹാവാക്യങ്ങളുടെ താത്പര്യം നിർണയിക്കണം എന്ന് പറയുന്ന സ്ഥലത്താണ് ആചാര്യൻ സുരേശ്വരാചാര്യൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഇവിടെയാണ് ഈ ഉപനിഷത്ത് ശബ്ദത്തിന്റെ താത്പര്യം. അതെന്താണ്? ആ ഉപനിഷത്ത് ഉപ പ്ലസ് നീ പ്ലസ് ഷദ്ല് എന്ന് പറയുന്ന ആ ധാതു വിശരണഗത്യർത്ഥയോഹോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലാതാക്കുക എന്നൊരർത്ഥം, എത്തിക്കുക എന്നൊരർത്ഥം. അതെല്ലാം അവിടെ ഈ പറയുന്ന ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ ഭാഷ്യ ആരംഭത്തിൽ ആചാര്യന്റെ വാക്കുകൾക്ക് വിശദീകരണം നൽകുന്നതായ വാർത്തികത്തിൽ നമ്മുടെ സുരേശ്വരാചാര്യൻ, നമ്മുടെ മാനസോല്ലാസ കൃതിയുടെ കർത്താവായ മാനസോല്ലാസത്തെയും നമുക്കൊരു വാർത്തികം എന്ന് തന്നെ പറയാം. അതിൽ പറയുകയാണ്, അത്ര ച ഉപനിഷത് ശബ്ദോ ബ്രഹ്മവിദ്യൈക ഗോചരഃ തത്രൈവ ച അസ്യ സദ്ഭാവാത് അഭിധാർത്ഥസ്യ തത്കുതഃ. ഉപനിഷത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ബ്രഹ്മവിദ്യൈക ഗോചരഃ, ബ്രഹ്മവിദ്യ മാത്രമാണ്, ബ്രഹ്മജ്ഞാനം എന്ന് മാത്രമാണ്. അതാണ് അതിൻ്റെ അഭിധാർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു, വാക്കുകൾക്ക് രണ്ടു തരത്തിലുള്ള അർത്ഥമുണ്ട്. ഒന്ന് അഭിധാ വ്യാപാരം കൊണ്ട് കിട്ടുന്നതായ അഭിധാർത്ഥം അല്ലെങ്കിൽ അഭിധേയാർത്ഥം. മറ്റൊന്ന് ലക്ഷണ വ്യാപാരം കൊണ്ട് കിട്ടുന്ന ലക്ഷ്യാർത്ഥം, സെക്കൻഡറി മീനിങ്. ഇവിടെ ഉപനിഷത്ത് ശബ്ദത്തിന്റെ പ്രാഥമികമായ അർത്ഥം തന്നെ ബ്രഹ്മവിദ്യ എന്നാണ്. തത്കുതഃ എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത്രച്ച ഉപനിഷത്ത് ശബ്ദോ ബ്രഹ്മവിദ്യൈക ഗോചരഃ തത്രൈവ ച അസ്യ സദ്ഭാവാത്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ആ പ്രാഥമിക അർത്ഥം തന്നെ അതാണ് ഉപനിഷത്ത് ശബ്ദത്തിന്റെ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനും വിശദീകരണം നൽകുന്നു. ഉപോപസർഗ സാമീപ്യേ തത്പ്രതീതി സമാപ്യത്തെ ത്രിവിധസ്യ സദർത്ഥസ്യ നിശബ്ദോപി വിശേഷണം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഉപോപസർഗ. ഉപ എന്നൊരു ഉപസർഗമുണ്ട് ഇവിടെ. അതിന്റെ അർത്ഥം സമീപേ എന്നാണ്. ഉപ സമീപേ, അടുത്ത് എന്നുള്ള ഒരർത്ഥം. അതാണ് ഉപസർഗം എന്ന് പറയുന്നത്. ഉപസർഗം എന്ന് പറയുന്നത് ധാതുവിന്റെ മുമ്പിൽ ചേർക്കേണ്ട ചില അവ്യയങ്ങളാണ്. വ്യാകരണ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഉപസർഗേണ ധാത്വർത്ഥോ ബലാത് അന്യത്ര നീഹ്യത്തെ. പ്രഹാര, ആഹാര, സംഹാര, വിഹാര, പരിഹാരവത്ത് എന്ന് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഹൃങ് എന്നൊരു ധാതുവുണ്ട്, ഹരതി എന്നൊരു രൂപം. ഹരതി, അതിന് ഹരതി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഹരണം, ആഹരണം എന്നർത്ഥം. സാധാരണ അർത്ഥം അതാണ്, ഹരണം, ഇല്ലാതാക്കുക എന്നൊരർത്ഥമുണ്ട്. ഇവിടെ ഉപസർഗങ്ങൾ ചേരുമ്പോൾ ഈ അതിൻ്റെ സ്വാഭാവികമായ അർത്ഥം തന്നെ അതിന് തന്നെ വ്യത്യാസം വരും. പ്ര അധികം ഹൃഞ്ഞ് എന്ന് വരുമ്പോൾ പ്രഹരതി, അടിക്കുന്നു എന്നർത്ഥം. പ്രഹാര, ആഹാര, ആഹരതി എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുന്നു, കൊണ്ടുവരുന്നു, ആഹാരം.
സംഹാര നമുക്കറിയാം, സംഹരിക്കുന്നു, ഇല്ലാതാക്കുന്നു. സം എന്നുള്ള ഉപസർഗം ചേരുമ്പോൾ. അപ്പോ പ്ര, ആങ്, സം. ഇനി വിഹാര, വി പ്ലസ് ഹൃഞ്ഞ്, വിഹരതി, വിഹരിക്കുന്നു, കളിക്കുന്നു എന്നുള്ള അർത്ഥം. പരി പ്ലസ് ഹൃഞ്ഞ്, പരിഹരതി, പരിഹരിക്കുന്നു. ഇങ്ങനെ ഉപസർഗം കൊണ്ട് ധാതുവിന്റെ അർത്ഥത്തിന് വ്യത്യാസമുണ്ടാകും. ധാത്വർത്ഥം ബലാത് അന്യത്ര നീയത്തെ എന്നാണ്. ഇവിടെ ഉപോപസർഗ സാമീപ്യേ, ഇവിടെ ഉപസർഗ, ഉപ എന്നുള്ളതിന് അർത്ഥം സമീപേ എന്നാണ്. സാധാരണ നമ്മൾ പറയാറില്ലേ ഉപവാസം എന്നൊക്കെ പറയാറില്ലേ, ഏകാദശി ഉപവാസം, വിശേഷ ദിവസങ്ങളിലൊക്കെ ഉപവാസം ഉണ്ട്. ശ്രീരാമനവമിക്ക്, ജന്മാഷ്ടമിക്ക് ഒക്കെ ഉപവാസം. വൈകുന്നേരത്തെ പൂജ കഴിയുന്നത് വരെ ഭക്ഷണമില്ലാതിരിക്കുക, അതൊരു തരം ഉപവാസത്തിന്റെ പ്രത്യേകതയാണ്. വാസ്തവത്തിൽ അതിന്റെ അർത്ഥം, താല്പര്യം മഹാന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് ഉപ സമീപേ. ആരുടെ സമീപം? ഭഗവത് സമീപേ വാസഃ, ഭഗവാന്റെ അടുത്ത് തന്നെ, ഭഗവത് സ്മരണയോട് കൂടി സ്ഥിതി ചെയ്യുക. അതാണ് ഉപവാസം എന്നൊരർത്ഥം കൂടി പറയാറുണ്ട്. അതല്ലാതെ മറ്റു ചില, അതായത് ഭക്ഷണം നിരോധിച്ചുകൊണ്ട്, ഭക്ഷണം, ഉറക്കം മുതലായവയൊക്കെ നിരോധിച്ചുകൊണ്ട് ഈശ്വരഭജനം നടത്തുക, അങ്ങനെയും ഉപവാസത്തിന്റെ അർത്ഥമുണ്ട്. ഭക്ഷണം ഇല്ലാതിരിക്കുന്നതിനെയും പറയാം ഉപവാസ കൃഷാം ദീനാം എന്നൊക്കെ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ശിംശപ വൃക്ഷത്തിന്റെ അടിയിൽ കഴിയുന്ന സീതാദേവിയെ ഹനുമാൻ കാണുമ്പോൾ, ശിംശപ വൃക്ഷത്തിന്റെ മരച്ചില്ലുകൾക്കിടയിൽ കഴിയുന്നവനായ ഹനുമാൻ ആദ്യം കാണുമ്പോൾ സീതയെ കാണുന്നത്, പല വിശദീകരണങ്ങളുണ്ട് അവിടെ, പലതരത്തിൽ വർണ്ണനകളുണ്ട്. അതിലൊന്നാണ് ഉപവാസ കൃഷാം ദീനാം, ശരീരം വല്ലാണ്ട് ശോഷിച്ചു പോയി, എന്തുകൊണ്ട്? ഭക്ഷണമില്ലാത്തത് കൊണ്ട്. ഉപവാസ കൃഷാം എന്ന്. ശരി, അപ്പോൾ ഉപോപസർഗ സാമീപ്യേ, സാമീപ്യം എന്തിന്റെ സാമീപ്യമാണ്? പ്രതീചി സമാപ്യത്തെ, അന്തരാത്മാവ്, ഈ ആത്മാവ്, ആത്മാവിന്റെ അടുത്താണ്. സാമീപ്യേ തത് പ്രതീചി സമാപ്യത്തെ. ഇനി ത്രിവിധസ്യ സദർത്ഥസ്യ നിശബ്ദോപി വിശേഷണം. സത്ത് എന്ന് നമ്മൾ പറയാറില്ലേ, വ്യാവഹാരിക സത്തയെ നമ്മൾ പറഞ്ഞല്ലോ, വ്യാവഹാരിക സത്തയെന്നും പ്രാതിഭാസിക സത്തയെന്നും അതുപോലെ പാരമാർത്ഥിക സത്തയെന്നും പറയുന്നതായ ഈ സത്തയുടെ ഒരു വിശേഷണമാണ് നീ എന്ന് പറയുന്നത്. ഉപ പ്ലസ് നീ, അത് വിശേഷണമായിട്ട് വരുന്നു. എന്താ? ഉപനീയേ ഇമം ആത്മാനം ബ്രഹ്മാപാസ്തദ്വയം യതഃ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ പ്രത്യേക ആത്മാവിനെ പരമാത്മാവിന്റെ സമീപത്ത് കൊണ്ടെത്തിക്കണം. ആ പരമാത്മസ്വരൂപം എങ്ങനെയാണ്? അപാസ്തദ്വയം, ഇറ്റ് ഹാസ് ട്രാൻസെൻഡഡ് ഡ്യുവാലിറ്റി. ഇറ്റ് ഈസ് യെസ്, ആ ട്രാൻസെൻഡഡ് ഡ്യുവാലിറ്റി, ദ്വയരഹിതമായ ആ ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്ന, അപാസ്തദ്വയം ബ്രഹ്മ, ആ ബ്രഹ്മ സമീപം ആത്മാനം ഉപനീയ, ഈ പ്രത്യേകാത്മാവ്, ജീവാത്മാവ് എന്ന് പറയപ്പെടുന്ന, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ജീവാത്മാവെന്ന് പറയപ്പെടുന്ന ഈ പ്രത്യേക ആത്മാവിനെ അവിടേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിക്കുമ്പോൾ നിഹന്ത അവിദ്യാം, ഇതാണ് ഉപനിഷത്ത് ചെയ്യുന്നത്. അത് ഈ ഉപനിഷത്ത് നിഹന്തി അവിദ്യാം നിഹന്തി, അവിദ്യയെ ഇല്ലാതാക്കുന്നു. തജ്ജം ച, അത് മാത്രമല്ല അവിദ്യാ കാര്യങ്ങളെയും ഇല്ലാതാക്കുന്നു. അവിദ്യാ കാര്യങ്ങളാണല്ലോ ഈ പ്രപഞ്ചം മുഴുവൻ. തസ്മാത് ഉപനിഷത് ഭവേത്, അങ്ങനെ ഉപനിഷത്ത് എന്നുള്ള പേര് ലഭിക്കുന്നു. ഇനി നിഹത്തി അനർത്ഥമൂലം സ്വാവിദ്യാം പ്രത്യക്തയാ പരം ഗമയതി ഹസ്തസംഭേതം അതോ വാ ഉപനിഷത് ഭവേത്. അങ്ങനെ 2-3 നിരുക്തികൾ പറയുന്നു.
അനർത്ഥമൂലം സ്വാവിദ്യാം, അനർത്ഥമൂലമായ സർവ അനർത്ഥങ്ങൾക്കും കാരണമാകുന്നതായ ആ മൂലമായ അവിദ്യയെ, അവിദ്യയെ ഇല്ലാതാക്കുന്നത് കൊണ്ട് പ്രത്യക്തയാ പരം ഗമയതി, പരം പ്രത്യേകാത്മാവിലേക്ക് എത്തിക്കുന്നത് കൊണ്ട്. എങ്ങനെയുള്ള പ്രത്യേകാത്മാവ്? അസ്തസംഭേദം, ഭേദരഹിതമായ ആ ആത്മാവിലേക്ക് എത്തിക്കുന്നു. നേരത്തെ പറഞ്ഞതിൽ അവിടെ അപാസ്തദ്വയം എന്നും പറഞ്ഞു. അതുപോലെ ഇവിടെ നിഹന്യ അവിദ്യാം തജ്ജം ച തസ്മാത് ഉപനിഷത് ഭവേത്. ഇവിടെ ആകട്ടെ അസ്തസംഭേദം എന്ന് പറഞ്ഞു, ഭേദരഹിതമായ. അവിടെ ദ്വയരഹിതം എന്ന് പറഞ്ഞു, ഇവിടെ ഭേദരഹിതം എന്ന് പറഞ്ഞു. ഈ ഭേദം എന്ന് പറയുമ്പോൾ എന്താ? 3 തരത്തിലുള്ള ഭേദമാണുള്ളത് ഇവിടെ. സജാതീയ, വിജാതീയ, സ്വഗത ഭേദരഹിതം. അങ്ങനെ ത്രിവിധ ഭേദരഹിതമാണ് ബ്രഹ്മം എന്ന് പറയും. സജാതീയ, വിജാതീയ, സ്വഗത ഭേദരഹിതം. ഇപ്പൊ സജാതീയ ഭേദം എന്താ? ആദ്യം എന്താണെന്ന് നോക്കാം. ഒരു ഘടമുണ്ട്, അവിടെ തന്നെ വേറൊരു ഘടവുമുണ്ട്, മൂന്നാമതൊരു ഘടവുമുണ്ട്. എങ്കിൽ അവ തമ്മിൽ ഭേദമുണ്ട്. സജാതീയ ഭേദമാണിത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഘടം എ, രണ്ടാമത്തെ ഘടം ബി, മൂന്നാമത്തെ ഘടം സി. എയിൽ നിന്നും ബി ഭിന്നമാണ്, ബിയിൽ നിന്നും സി ഭിന്നമാണ്, എയിൽ നിന്നും സി ഭിന്നമാണ്. ഇങ്ങനെ പരസ്പരം ഭേദമുണ്ട്. ഇതാണ് സജാതീയ ഭേദം. ഒരേ ജാതിയിൽ പെടുന്നതായ വ്യക്തികൾ തമ്മിലുള്ള ഭേദമാണ്. ഇപ്പൊ മനുഷ്യൻ ഭേദമുണ്ട്, സജാതീയ ഭേദമുണ്ട്. അയം രാമ, അയം കൃഷ്ണ, അയം ഗോവിന്ദ എന്ന ഭേദമുണ്ട്. ഭേദനിമിത്തകമായ മറ്റു പല കാര്യങ്ങളും ഉണ്ട്, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഭേദം ഉണ്ട് ഇവിടെ. ഇനി വിജാതീയ ഭേദം അതെങ്ങനെ എന്ന് ചോദിച്ചാൽ, അയം ഘടഃ അയം വൃക്ഷഃ. ഓഹോ, അയം ഘടഃ അയം വൃക്ഷഃ അയം ഋഷഭഃ. ഇത് ഘടമാണ്, ഇത് വൃക്ഷമാണ്, ഇത് ഋഷഭമാണ്, കാളയാണ്. അയം മനുഷ്യഃ. അപ്പൊ ഇവ തമ്മിലെല്ലാം ഭേദമുണ്ട്. വിജാതീയമാണ്, ഒരേ ജാതിയിൽപ്പെട്ടതല്ല. ഘടജാതിയിൽപ്പെട്ടതല്ല വൃക്ഷം, വൃക്ഷജാതിയിൽപ്പെട്ടതല്ല ഋഷഭം, ഋഷഭജാതിയിൽപ്പെട്ടതല്ല മനുഷ്യൻ. ഇങ്ങനെ ഈ ഭേദത്തിനെയാണ് വിജാതീയ ഭേദം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഭേദം സ്വഗത ഭേദം. ഇപ്പോ ഒരു വൃക്ഷത്തിൽ തന്നെ ശാഖകളുണ്ട്, ഇലകളുണ്ട്, അവ തമ്മിൽ ഭേദമുണ്ട്. വൃക്ഷത്തിന്റെ ട്രങ്ക്, ആ തടി, മെയിൻ തടി ഉണ്ടല്ലോ, അതിൻ്റെ അത് ബ്രാഞ്ചിൽ നിന്നും, ശാഖയിൽ നിന്നും ഭിന്നമാണ്. ശാഖയിൽ നിന്നും ഇലകൾ ഭിന്നമാണ്, ഇലകളിൽ നിന്നും കായ്കൾ ഭിന്നമാണ്. ഇതാണ് സ്വഗത ഭേദം. മനുഷ്യന് തന്നെ നോക്കുക, കരചരണാദി അവയവങ്ങളുണ്ട്, ഇവയെല്ലാം ഭിന്നമാണ്. കൈകൾ വേറെ, കാലുകൾ വേറെ, അതുപോലെ കണ്ണുകൾ, ഇവയെല്ലാം പരസ്പര ഭേദം ഉള്ളവയാണ്. ഇതിനെയാണ് സ്വഗത ഭേദം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രാപഞ്ചിക വസ്തുക്കളിലെല്ലാം ഇവയുണ്ട്. ഈ ത്രിവിധ ഭേദരഹിതം, സജാതീയ വിജാതീയ സ്വഗത ഭേദരഹിതമാണ് ബ്രഹ്മം. അതാണ് ഇവിടെ പറയുന്നത്. നിഹത്തി അനർത്ഥമൂലം സ്വാവിദ്യാം പ്രത്യക്തയാ പരം ഗമയതി. അനർത്ഥമൂലം, അവിദ്യയെ ഇല്ലാതാക്കിക്കൊണ്ട്, അവിദ്യയെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രത്യേകാത്മാവിലേക്ക് എത്തിക്കുന്ന ഗമയതി. ഉപനിഷത്തിൽ ഉപ പ്ലസ് നീ പ്ലസ് അതിൽ എന്നുള്ളതിന്
വിശരണഗതി എന്നൊരർത്ഥമുണ്ട്. ഗതി എത്തിക്കുക. ഗമയതി അസ്തസംഭേദം, അതാണ് അവിടെയാണ് ഊന്നൽ കൊടുക്കേണ്ടത്. ഭേദരഹിതം, സർവവിധ ഭേദരഹിതം വാ ഉപനിഷത് ഭവേത്. അങ്ങനെയും ഉപനിഷത്ത് ശബ്ദത്തിന് നമുക്ക് അർത്ഥം സ്വീകരിക്കാം. ഇനി പ്രവൃത്തി ഹേതു നിശേഷാം തന്മൂലോച്ഛേദകസ്ത്വതഃ യതോ അവസാദയേത് വിദ്യ തസ്മാത് ഉപനിഷന്മത. അടുത്തത് പ്രവൃത്തി ഹേതു നിശേഷാം തന്മൂലോച്ഛേദകത്വതഃ. ഈ ഉപനിഷത്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പ്രവൃത്തികളെ ഇല്ലാതാക്കുന്നു. പ്രവൃത്തികളെ ഇല്ലാതാക്കുന്നു, പ്രവൃത്തി ഹേതുക്കളെയും ഇല്ലാതാക്കുന്നു. നാം പ്രവർത്തിക്കുന്നതിന് ഒരു കാരണമുണ്ടാവും. പ്രവൃത്തിയെയും പ്രവൃത്തി കാരണങ്ങളെയും ഇല്ലാതാക്കുന്നു. അങ്ങനെ കാരണസഹിതമായ പ്രവൃത്തിയെ ഇല്ലാതാക്കിക്കൊണ്ട് മൂലോച്ഛേദകത്വതഃ യതോ അവസാദയേത് വിദ്യ. എന്നിട്ടോ അത് നമ്മളെ ഈ അവസാദ അതായത് നിശേഷം പ്രവൃത്തിരഹിതമായ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തസ്മാത് ഉപനിഷന്മത, ഈ വിദ്യയെ ഉപനിഷത്ത് എന്ന് പറയുന്നു. ഇനി യഥോക്ത വിദ്യ ബോധിത്വാത് ഗ്രന്ഥോപി തതഭേദതഃ ഭവേത് ഉപനിഷന്നാമ ലാംഗലം ജീവനം യഥാ എന്ന് പറയുന്നു. അങ്ങനെ ഈ ഉപനിഷത്ത് നമ്മളെ ഈ യഥോക്ത വിദ്യ ബോധിത്വാത്, നേരത്തെ ഇപ്പൊ പറഞ്ഞതായ രീതിയിൽ ഇത് പറയുന്നത് കൊണ്ട് ഇപ്പൊ എന്താ നമ്മൾ സാധാരണ ലാംഗലം ജീവനം യഥ എന്ന് പറയാറുണ്ടല്ലോ. എന്താ ജീവനം എന്ന് ചോദിച്ചാൽ കലപ്പയാണ്. അതിന്റെ അർത്ഥം എന്താ? കലപ്പ കൊണ്ട് ഉഴുത് കൃഷി ചെയ്യുന്നു. അപ്പൊ ലാംഗലം ജീവനം യഥ സാധാരണ നമ്മൾ അങ്ങനെ പറയാറില്ലേ? എന്താ ജീവന മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയും ഭിക്ഷാടനം എന്ന് ചിലർ പറയും. ഭിക്ഷാടനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നും രാവിലെ ഒരു രസീത് ബുക്കും കൊണ്ട് നടക്കുക, അതാണ് ജീവനം. അങ്ങനെയും ചില വിദ്വാൻമാരെ നമ്മൾ കാണാറുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെയുള്ള ആളുകൾ കുറവാണ്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ കണ്ടിരുന്നു. ഒരു രസീത് ബുക്കും കൊണ്ട് ഇങ്ങനെ നടക്കും. ഏതോ പിരിവ്, ഇതിലേക്ക് ഏതോ വാർഷികം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട്. എൻ്റെ ഒരു വന്ധ്യവയോധികനായ ഒരു സുഹൃത്ത് പറയാറുണ്ട്. എൻ്റെ വളരെ സീനിയർ ആയിരുന്ന ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം പറയും, പിരിവുകാർ വരുമ്പോൾ നമ്മൾ പോക്കറ്റിൽ എപ്പോഴും വേറൊരു പിരിവ് പുസ്തകം കയ്യിൽ കരുതിയിരിക്കണം. അവര് പിരിവ് ചോദിക്കുമ്പോൾ നമ്മൾ ഇതെടുത്ത് അങ്ങോട്ട് നീട്ടണം, അവർ പൊക്കൊള്ളും എന്നാണ്. അപ്പോൾ ജീവനം എന്താന്ന് ചോദിച്ചാൽ ലാംഗലം എന്ന് പറയും. ലാംഗലം എന്ന് പറഞ്ഞാൽ കലപ്പയാണ്. അപ്പൊ കൃഷി ജീവനമാണ് എന്ന് പറയുന്നത് പോലെ ഈ വിദ്യയെ ഉപദേശിക്കുന്നത് കൊണ്ടുള്ള ഗ്രന്ഥം, ഈ വിദ്യോപദേശകമായ ഗ്രന്ഥത്തിനും ഉപനിഷത്ത് എന്നുള്ള പേര് അങ്ങനെ കിട്ടും. യഥോക്ത വിദ്യാ ബോധിത്വാത് ഗ്രന്ഥോപി തദഭേദതഃ. ആ ഗ്രന്ഥത്തിനും ആ അഭേദ ഉപചാരം നൽകി ഉപനിഷന്നാമ ഭവേത്. അതിനും ഗ്രന്ഥങ്ങൾക്കും ഉപനിഷത്ത് എന്നുള്ള പേര്. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ വിദ്യയാണ്, പരാവിദ്യ. ഗ്രന്ഥങ്ങൾക്കും ഉപനിഷത്ത് എന്നുള്ള പേര് കിട്ടി. യഥാ ലാംഗലം ജീവനം യഥാ. സുരേശ്വരാചാര്യന്റെ വാക്കുകളാണ്. അതുപോലെ തൈത്തിരീയ ഭാഷ്യത്തിലും ഇതിനെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഉപനിഷൻ നാംവാസ്യാം പരം ശ്രേയ എന്നൊക്കെ. അങ്ങനെ പല മഹാത്മാക്കളും പല രീതിയിൽ ഈ ഉപനിഷത്ത് എന്നുള്ള വേദവചസ യോബോധയത്യാശ്രിതാൻ എന്നാണ്. അങ്ങനെ പലരും ഇത് പറയുന്നുണ്ട്. ഉപനിഷതി ശബ്ദോ വേദശബ്ദശ്ച തസ്മാത് ശ്രുതി ശിരസി നിവിഷ്ടോ യോഗ്യതാമത്ര വാക്യേ
അപരമഖിലമസ്ത്യൈവ അംഗഭൂതത്വഹേതോരിഹ സമഭിനിമിഷ്ടം തദ്ഗിരോ വാച്യമാസീത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു. വേദ്യത്തെ ജ്ഞാപ്യത്തെ അനേന പരം ബ്രഹ്മേതി വേദോ മഹാവാക്യം. ഇവിടെ മഹാവാക്യങ്ങളാണ് ഇവിടെ വരുന്നത്. പരം ബ്രഹ്മ ജ്ഞാപ്യത്തെ അനേന ഇതി വേദ മഹാവാക്യം തദേവ ഉപനയതി ആത്മാനം ബ്രഹ്മത്വേനേതി ഉപനിഷത്ത് എന്ന് സംക്ഷേപ ശാരീരകത്തിൽ പറയുന്നു. അങ്ങനെയാണ് ഈ മഹാവാക്യങ്ങളിലൂടെ നമുക്ക് മഹാവാക്യങ്ങളെ കുറിച്ചൊക്കെ നാം അന്ന് സാമാന്യമായിട്ട് അന്ന് മനസ്സിലാക്കി. അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തനം നമുക്ക് പിന്നീടാവാം. ഇപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കണം. നാനാഛിദ്രഗഡോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണദ്വാരാഭിഃ സ്പന്ദത്തെ ജാനാമീതി തമേവ ഭാന്തമനുഭാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഓരോ ശ്ലോകത്തിനും നമ്മൾ അനുസന്ധാനം ചെയ്യുമ്പോൾ ഇതാണ് ഏറ്റവും പ്രാധാന്യമേറിയ ശ്ലോകം, ഇതാണ് ഏറ്റവും പ്രാധാന്യമേറിയ ശ്ലോകം എന്ന് നമുക്ക് തോന്നും. ഇവിടെ എങ്ങനെയാണ് ഈ സത്താസ്ഫൂർത്തി ഉള്ളതായ സാക്ഷാത് പരബ്രഹ്മം എങ്ങനെയാണ് നമ്മുടെ ഈ പ്രാപഞ്ചിക ജീവിതത്തിലുള്ള വസ്തുക്കളെ എല്ലാം തന്നെ എങ്ങനെയാണ് സത്താസ്ഫൂർത്തി ഉള്ളവയാക്കി ചെയ്യുന്നത്, എങ്ങനെയാണ് അവ നമുക്ക് ദൃശ്യമാകുന്നത് എന്ന് നേരത്തെ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ദൃശ്യമാന നഗരീ തുല്യം എന്ന്. എങ്ങനെ ദൃശ്യമാകുന്നു? ദൃശ്യം ദൃക്കിന് ദൃശ്യമാകുന്നു. ദൃശ്യം വേറെ ദൃക്ക് വേറെ എന്ന പ്രാപഞ്ചിക അവസ്ഥയിൽ എങ്ങനെയാണ് ഈ സത്താസ്ഫുരണങ്ങൾ, ബ്രഹ്മസ്ഫുരണം എങ്ങനെയാണ് ഈ ദൃശ്യത്തെ സത്താസ്ഫുരണങ്ങൾ ഉള്ളവയാക്കി തീർക്കുന്നത് എന്ന് അവിടെയാണ് നാനാഛിദ്രഗഡോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണദ്വാരാബഹിസ്പന്ദത്തെ. ജാനാമി, ഞാൻ അറിയുന്നു. ഘടമഹം ജാനാമി. നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു കുടം കണ്ടിട്ട് ഘടമഹം ജാനാമി. എങ്ങനെയാണ് ഈ പ്രക്രിയ നടക്കുന്നത്? വേദാന്തത്തിൽ വളരെ വിലക്ഷണമായ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നതായ പ്രത്യക്ഷാദി ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. ജാനാമീതി തമേവ ഭാന്തം. ഘടത്തെ കാണുമ്പോൾ, ഒരു ഘടം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രക്രിയകളുണ്ട് സാധാരണ രീതിയിൽ. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ ബുദ്ധി, നമ്മുടെ അന്തഃകരണം, ചക്ഷുരാദി ഇന്ദ്രിയ പ്രണാളികാദ്വാര, ചക്ഷുരുന്ന ഈ ഇന്ദ്രിയത്തിലൂടെ വിഷയദേശം ഗത്വ, ഘടം എന്ന വിഷയത്തിലേക്ക് എത്തി, തത് ആകാരേണ പരിണമത്തി. ആ ഘടാകാരേണ പരിണമിക്കുന്നു. പരിണാമം എന്ന് പറഞ്ഞാൽ അത് മാറുന്നു. നമ്മുടെ ബുദ്ധിയാണ് അവിടേക്ക് ചെല്ലുന്നത്. എങ്ങനെ ചെല്ലുന്നു? ഇന്ദ്രിയ പ്രണാളികയാ. ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ, ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദത്തെ എന്ന് പറയുന്നു. ചക്ഷുരാദി ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് എത്തുന്നു. ബഹിസ്പന്ദത്തെ. ഈ ചക്ഷുരിന്ദ്രിയം മുതലായ ബഹിരീന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്കെത്തി വിഷയദേശത്തിലേക്ക് എത്തി. വിഷയം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്, ഇന്ദ്രിയം എന്ന് പറയുന്നത് സെൻസ് ഓർഗൻ. വിഷയദേശത്തിലെത്തി വിഷയാകാരേണ പരിണമിക്കുന്നു. ഈ ഒരു പ്രോസസ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബുദ്ധിയുണ്ട്. ബുദ്ധിക്ക് നിയാമകനായിട്ടുള്ളതായ ചിത് ആഭാസനുണ്ട് അവിടെ, ചിത് പ്രതിബിംബമുണ്ട് അവിടെ. നമ്മുടെ ഇവിടെ ഈ ജീവാത്മാവിൽ ചിതാഭാസനാണ്, ചിത് പ്രതിബിംബിതൻ. ബുദ്ധി തസ്ഥ ചിതാഭാസവും, ബുദ്ധിയും അതായത് അന്തഃകരണവും
തസ്ഥ ചിദാഭാസ, അതിൽ പ്രതിബിംബിക്കുന്നതായ ചിദാഭാസൻ, ജീവാത്മാവെന്ന് തന്നെ നമുക്ക് പറയാം. ഈ ചിദാഭാസൻ ബുദ്ധിയും വിഷയദേശത്തിലെത്തി ദ്വാവേതേ വ്യാപ്നുതോ ഘട, വ്യാപ്നുതേ ഘട, ഇവ രണ്ടും ആ ഘടത്തിൽ വ്യാപിക്കുന്നു. വിഷയദേശത്തിലെത്തി വിഷയത്തിൽ വ്യാപിക്കുന്നു. എന്നിട്ടോ അജ്ഞാനം തു ധിയാ നശ്യേത്, ബുദ്ധി ഘടവിഷയകമായ അജ്ഞാനത്തെ ഇല്ലാതാക്കും, താൽക്കാലികമായിട്ട് ഇല്ലാതാക്കും. അജ്ഞാനം തു ധിയാ നശ്യേത്, ആ ബുദ്ധി അവിടേക്ക് എത്തി അതുവരെ ആവരണം ചെയ്യപ്പെട്ടിരുന്നതായ ഘടത്തെ അനാവരണം ചെയ്യുന്നു. അങ്ങനെ ബുദ്ധി കൊണ്ട് അജ്ഞാനം, ഘടവിഷയകമായ അജ്ഞാനം ഇല്ലാതാകുന്നു. ആഭാസേന ഘടസ്ഫുരേത്, സ്ഫുരണം, സ്ഫുരണം ആരുടേതാണ്? സ്ഫുരണം എന്ന് പറയുന്നത് സാക്ഷാത് ആത്മാവിന്റെ മാത്രമാണ്. ആ ചിദാഭാസനായതുകൊണ്ട് ആ ആഭാസം ചിദാഭാസനിലൂടെ ഘടസ്ഫുരേത്, ഘടം സ്ഫുരിക്കുന്നു. അയം ഘടഃ എന്ന ജ്ഞാനം ഉണ്ടാകുന്നു. ഘടം ജ്ഞാന വിഷയം ആകുന്നു എന്നാണ്. ഇതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ പ്രക്രിയ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അനേകം ഗ്രന്ഥങ്ങൾ വേദാന്ത ശാസ്ത്രത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രമാണശാസ്ത്രത്തിൽ വേദാന്ത പരിഭാഷ എന്ന ഗ്രന്ഥം തന്നെ ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ മഹാവാക്യങ്ങളിലൂടെ ലഭിക്കുന്നതായ ഈ പരാവിദ്യ, അതാണ് പരാവിദ്യ. ഉപനിഷത്താണ് അവിടെ പരാവിദ്യ. ഉപനിഷത്തിനും വിദ്യ എന്നുള്ള പേരും നൽകി. അങ്ങനെ ഈ മുമുക്ഷുക്ക് മഹാവാക്യ പ്രകരണത്തിലൂടെ, മഹാവാക്യ അനുസന്ധാനത്തിലൂടെ സാക്ഷാത് ശിവമയമെന്ന് മനസ്സിലാക്കി. ശിവം മംഗളം, സ്വരൂപം, ബ്രഹ്മം എന്ന് തന്നെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കുന്നു. ഇതാണ് ഇവിടെ സാക്ഷാത് തത്വമസീതി വേദവചസ യോബോധയത്യാശ്രിതാൻ എന്നും പറഞ്ഞത്. അപ്പോൾ പരസ്പര സംബന്ധം, ശ്ലോകങ്ങൾ തമ്മിലുള്ള പരസ്പര സംബന്ധം, എങ്ങനെയാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു പൂർവപക്ഷി അവിടെ നിൽപ്പുണ്ട്, നമ്മെ കാത്തു നിൽപ്പുണ്ട്, ബൗദ്ധൻ. ആ ബൗദ്ധൻ നമ്മെ പല സന്ദർഭങ്ങളിലും ആക്രമിക്കാനായിട്ട് നിൽക്കുകയാണ്. ബൗദ്ധ സിദ്ധാന്തത്തിലെ സകല വസ്തുക്കളുടെയും ഉത്പത്തി പ്രതീത്യ സമുത്പാദം എന്ന് ആണ് പറയപ്പെടുന്നത്. പ്രതീത്യ എന്ന് പറഞ്ഞാൽ പ്രാപ്യ, എത്തി, ഇതം ഉത്പദ്യത്തെ, ഇത് ഉണ്ടാകുന്നു. പ്രതീത്യ പ്രാപ്യ ഇതം ഉത്പദ്യത്തെ ഇത് പ്രതീത്യ സമുത്പാദ എന്നാണ്. ഇവിടെ എത്തി ഇത് ഉണ്ടാകുന്നു. ഈ പ്രതീത്യ സമുത്പാദം വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബൗദ്ധ സിദ്ധാന്തങ്ങളിൽ. അതാണ് അതിനെ വളരെ മൗലികമായ ഒരു വിഷയം. അതിൽ കയറിയാണ് ആചാര്യൻ, ആ അടിവേരിൽ പിടിച്ചാണ് ആചാര്യൻ ബൗദ്ധ സിദ്ധാന്തത്തെ ഇല്ലാതാക്കുന്നത് ആ വാദങ്ങളിലൂടെ. ഈ പ്രതീത്യ സമുത്പാദം ഹേതു നിബന്ധനമെന്നും ഉപനിബന്ധനം എന്നും രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു. കാരണതാവാദം അവരും സ്വീകരിക്കുന്നു. അസത് കാരണം, അസതായ വസ്തു അസതായ കാരണത്തിൽ നിന്നും ഉണ്ടാകും. അത് ഹേതുപനിബന്ധമെന്നും പ്രത്യയ ഉപനിബന്ധമെന്നും രണ്ട് തരത്തിൽ പ്രതീത്യ സമുത്പാദം ഉണ്ട്. അതുപോലെ തന്നെ അത് ബാഹ്യമെന്നും ആധ്യാത്മികമെന്നും രണ്ടു തരത്തിലുണ്ട്. ബാഹ്യം എന്ന് പറയുമ്പോൾ ഭോഗ്യ പ്രപഞ്ചത്തിൽ, അതായത് ഭോഗ്യ പഞ്ചകത്തിൽ, ഭോക്തൃ പഞ്ചകം, ഭോഗ്യ പഞ്ചകം എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി.
അതിൽ ഭോക്തൃപഞ്ചകത്തിലാണ് ബാഹ്യമായ ഹേതൂപനിബന്ധവും പ്രത്യയ ഉപനിബന്ധവും ഉള്ളത്. ആധ്യാത്മികം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഭോക്തൃസംഘാതത്തിൽ, ഭോഗ്യസംഘാതം, ഭോക്തൃസംഘാതം, ഭോക്തൃപഞ്ചകമില്ല, ഭോക്തൃചതുഷ്ടയമേ ഉള്ളൂ. ഭോഗ്യത്തിൽ 4 എണ്ണമേ ഉള്ളൂ, ഭോക്താവിൽ 5 എണ്ണമുണ്ട്. 5 തരം ഇവിടെ സ്കന്ധങ്ങളുണ്ട്. അങ്ങനെ ആധ്യാത്മികമായ ശരീരത്തിലുള്ളതായ ഈ പറയുന്നതായ ഭോക്തൃ സംഘാതത്തിലും പ്രത്യയോപനിബന്ധ ഹേതുപനിബന്ധവും പ്രത്യയോപനിബന്ധവും ഉണ്ട്. നേരത്തെ ഒരു സിദ്ധാന്തം എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഏത് ക്ഷണത്തിൽ ഉണ്ടാകുന്നുണ്ടോ ആ ക്ഷണം തന്നെ അത് നശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കാര്യകാരണഭാവം എങ്ങനെ സംഭവിക്കും? സ്ഥിരമായ ഒരു നിത്യമായ, നിത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വേദാന്തത്തിലെ ആത്യന്തിക നിത്യമല്ല, ബൗദ്ധസമ്മതമായ ക്ഷണികത്തിന് വിരോധമായ രീതിയിലുള്ള നിത്യത്വം. അപ്പൊ ഘടം നിത്യമാണ്. നിത്യം എന്ന് പറഞ്ഞാൽ കുറെ കാലം അത് നിലനിൽക്കുന്നു, ക്ഷണങ്ങളിലല്ല. അപ്പോൾ ഈ പ്രതീത്യ സമുത്പാദവും 2 തരത്തിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ബാഹ്യ പ്രതീത്യ സമുത്പാദത്തിൽ, അതായത് ബാഹ്യം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഭോഗ്യ സ്കന്ധങ്ങളിൽ അല്ലെങ്കിൽ ഭോഗ്യ സംഘാതം, ഭോഗ്യ സംഘാതത്തിൽ, സംഘം എന്ന് പറഞ്ഞാലും മതി, ഭോഗ്യ സംഘത്തിൽ ബാഹ്യമായ പ്രതീത്യ സമുത്പാദം, അതിൽ ഹേതു ഉപനിബന്ധ കാര്യകാരണഭാവം എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ പറയുന്നതനുസരിച്ച് ലോകത്തിൽ സാധാരണ വിത്തിൽ നിന്നും മുളയുണ്ടാകുന്നു. ബീജാത് അങ്കുരം, ബീജത്തിൽ നിന്നും അങ്കുരം ഉണ്ടാകുന്നു, വിത്തിൽ നിന്നും മുളയുണ്ടാകുന്നു. ആ മുളയിൽ നിന്ന് ഇല ഉണ്ടാകുന്നു, ഇലയിൽ നിന്ന് കാണ്ഡം ഉണ്ടാകുന്നു, കാണ്ഡത്തിൽ നിന്നും നാളം ഉണ്ടാകുന്നു, ഒരു പ്രക്രിയ, നാളം ഉണ്ടാകുന്നു. ആ നാളത്തിന്റെ ഉള്ളിൽ ഒരു ഗർഭമുണ്ട്, അതിന്റെ ഒരു വികാസം. അത് ഗർഭത്തിൽ നിന്നും പിന്നെ പുഷ്പം ഉണ്ടാകുന്നു, പുഷ്പത്തിൽ നിന്നും ഫലം ഉണ്ടാകും. ഇതാണ് ലോകത്തിൽ നാം കാണുന്നത്. ഇനി തിരിച്ചു നോക്കുക, വിത്തില്ലെങ്കിൽ മുളയില്ല, മുളയില്ലെങ്കിൽ ഇലയില്ല, ഇലയില്ലെങ്കിൽ കാണ്ഡമില്ല, കാണ്ഡമില്ലെങ്കിൽ ഗർഭമില്ല, ഗർഭമില്ലെങ്കിൽ പുഷ്പമില്ല, പുഷ്പമില്ലെങ്കിൽ ഫലവുമില്ല. അതുകൊണ്ട് ഈ വിത്ത് മുതൽക്ക് അവസാനമുള്ള പുഷ്പം വരെ ഉണ്ടെങ്കിൽ മാത്രമേ പഴം എന്ന അവസാനത്തെ ഫൈനൽ പ്രോഡക്റ്റ് അതിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ഞാൻ മുളയെ ഉണ്ടാക്കുന്നു എന്ന ഒരു പ്രതീതി വിത്തിനില്ല. അതാണ് അവർ പറയുന്നത്. വിത്തിന്, ബീജത്തിന് ഞാൻ അങ്കുരോത്പാദകം, അഹം അങ്കുരം ജനയാമി എന്ന പ്രത്യയം ഇല്ല. ഞാൻ അങ്കുരത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന ബോധമില്ല. ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടു പോയാൽ അവസാനം പുഷ്പത്തിന് ഞാൻ ഫലത്തെ ഉണ്ടാക്കുന്നു, ഫലമഹം സൃജാമി എന്ന ബോധമില്ല. അതേപോലെ തിരിച്ച് ഫൈനൽ പ്രൊഡക്റ്റായ പഴത്തിന് ഞാൻ ഇന്ന കാരണത്താൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന പ്രത്യയവുമില്ല. അതുകൊണ്ട് ഈ ചൈതന്യം എന്നത് ഇല്ലാതെ തന്നെ, അധിഷ്ഠാതാവായ ഒരാള് ഇല്ലാതെ തന്നെ, അവിടെയാണ് ഇതിന്റെ ക്രക്സ് വന്ന് നിൽക്കുന്നത്. അധിഷ്ഠാതാവായ ഒരു വ്യക്തി ഇല്ലാതെ തന്നെ കാര്യകാരണഭാവം അതിന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ പോകുന്നു. കാര്യകാരണഭാവത്തിന്റെ ആ ഒരു തുടർച്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ കാര്യകാരണം, നിയമപൂർവകമായ ഒരു കാര്യകാരണ ഭാവത്തിനെയാണ് ഹേതുപനിബന്ധം എന്നവർ പറയുന്നത്.
വളരെ രസകരമായ ഒരു കേവലം യുക്തി മാത്രം, യുക്തികൾ കൊണ്ട് മാത്രമാണ് അവരുടെ സിദ്ധാന്തം അവർ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഈ ബാഹ്യമായ പ്രതീത്യ സമുത്പാദത്തിൽ പ്രത്യയ ഉപനിബന്ധവും നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞത് ഹേതു ഉപനിബന്ധം, ഇനി പ്രത്യയ ഉപനിബന്ധം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അനേക കാരണങ്ങളുടെ ഒരു സമവായം, ഒരു സംഘം, അതിനെയാണ് പ്രത്യയ ഉപനിബന്ധം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതായത് ഇപ്പോ പൃഥിവി പരമാണുക്കൾ, അത് ഈ വിത്തിന് ഒരു ഖരസ്വഭാവം നൽകുന്നു, ആ ഇറുകിയിരിക്കുന്ന ആ ഒരു സ്വഭാവം നൽകുന്നു, പരസ്പരം ചേർന്നിരിക്കുന്നതായ ഒരു അവസ്ഥ നൽകുന്നു. അതുകൊണ്ട് ആ വിത്തിൽ നിന്നും ഉണ്ടാകുന്നതായ അങ്കുരം അത് ദൃഢമായിട്ട് കാണുന്നു, ഖരമായിട്ട് കാണുന്നു. ഇനി ജലമാകട്ടെ, നേരത്തെ നാലെണ്ണത്തെ കുറിച്ച് പറഞ്ഞല്ലോ, പൃഥ്വി, ജലം, തേജസ്, വായു. ജലമാകട്ടെ ആ വിത്തിൽ ഒരു പരസ്പരം ഒന്നുചേരാനുള്ളതായ ഒരു പ്രത്യേകതയെ നൽകുന്നു, സ്നിഗ്ധതയെ നൽകുന്നു, ആർദ്രത നൽകുന്നു. ഇനി തേജസ് ആകട്ടെ ആ വിത്തിനെ പാകപ്പെടുത്തുന്നു. തേജസ് സംയോഗ പാക എന്നാണ് വൈശേഷികൻ പറഞ്ഞത്. പാകം എന്ന് പറഞ്ഞാൽ എന്താ? തേജസ് സംയോഗ, തേജസ്സിന്റെ സംയോഗം കൊണ്ടാണ് പാകം ഉണ്ടാകുന്നത്. നമ്മളിപ്പോ പഴമൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി ഒരു ചാക്കിൽ കെട്ടിവെക്കാറില്ലേ, പഴക്കൊല. അപ്പൊ അതിനകത്ത് ചൂടുണ്ട്, തേജസ്സുണ്ട്. ആ ഉഷ്ണമാണ് അതിനെ പാകപ്പെടുത്തുന്നതെന്നാണ് അവർ പറയുന്നത്. തേജസ് സംയോഗ പാക, ശരിയല്ലേ? അടുപ്പ അരി തിളയ്ക്കുന്ന വെള്ളത്തിലിടുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അത് പാകം, ചോറ് അന്നമായിട്ട് പരിണമിക്കുന്നു. അതിനെയാണ് പാകമായോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? പാകം, തേജസ് സംയോഗ എന്ന് പറയും. അവയവ ശിഥിലീകരണം, അതാണ് നേരത്തെ പറഞ്ഞത്. അവയവ ദൃഢീകരണം, വിത്തിൽ നിന്നും മുളയുണ്ടാകുമ്പോൾ അവയവ ദൃഢീകരണം. കായ വളരെ കട്ടിയുള്ളതാണ് അല്ലെ? കായ പഴമാകുമ്പോഴോ അതിന് മാർദ്ദവം ഏറുന്നു, പാകം കൊണ്ട് സംഭവിക്കുന്നു, അവയവ ശിഥിലീകരണം ഉണ്ടാകുന്നു. എന്റെ ഗുരുനാഥൻ എപ്പോഴും പറയും, ഒരു പിടി ചോറ് കഴിക്കുന്നത് പോലെയാണോ ഒരു പിടി അരി എടുത്ത് വായിലിട്ട് ചവച്ചു നോക്കുന്നത്? വ്യത്യാസം അറിയാം. അവിടെയാണ് ഈ പാകത്തിന്റെ ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു തരുന്നത്. അവയവ ശിഥിലീകരണം, ദൃഢമായ അവയവങ്ങളുള്ളതായ അരി അതിന് തേജസ് സംയോഗത്തിന് വിധേയമാക്കുമ്പോൾ അത് ചോറായിട്ട് പാകപ്പെടുന്നു, പക്വത എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇപ്പോ ഈ വൈനാശികൻ, അർദ്ധവൈനാശികനായ അല്ല പൂർണ്ണ വൈനാശികനായ ബൗദ്ധനും പറയുന്നത്. ഇനി ഈ വായു ആകട്ടെ ഈ വിത്തിൽ നിന്നും മുളയുണ്ടാക്കാനുള്ളതായ ആ ഒരു ചലനം അതിൽ ഉണ്ടാക്കിത്തരും. പിന്നെ ആകാശം എന്ന് പറയുന്നത് ആവരണാഭാവം. ഇനി ഋതുക്കളുണ്ട്, നേരത്തെ പറഞ്ഞു ഋതുക്കൾ പരിണാമം ഉണ്ടാകുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞ പൃഥിവി മുതലായ 6 ധാതുക്കളുടെ സമുദായം, പൃഥിവി, ജലം, തേജസ്, വായു, ആകാശം, ഋതുക്കൾ, ഈ 6 എണ്ണവും കൂടി അവയുടെ സമുദായം കൊണ്ട് ലോകത്തിൽ നാം കാണുന്നത് വിത്തിൽ നിന്നും മുള ഉണ്ടാകുന്നു. അതല്ലാതെ അത് ഉണ്ടാകുന്നതല്ല. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ പൃഥിവിക്ക് ഞാൻ ഈ വിത്തിൽ അംഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഉള്ള പ്രത്യയമില്ല, ആ ജ്ഞാനമില്ല. അതുപോലെ അവസാനത്തെ ഋതുക്കൾക്കും ഞാൻ ഈ വിത്തിൽ പരിണാമത്തെ ഉണ്ടാക്കുന്നു എന്ന ബോധം ഉണ്ടാകുന്നതുമല്ല.
അതേപോലെ തിരിച്ചും ഞാൻ ഇതുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്, വിത്തിന് മുളയ്ക്ക് ഞാൻ ഋതുക്കൾ കൊണ്ടാണ് ഉണ്ടാകപ്പെട്ടതെന്നോ ഋതുക്കൾക്ക് ഞാൻ ഇന്നത് കൊണ്ടാണ് ഉണ്ടായതെന്നോ എന്നുള്ള യാതൊരു തരത്തിലുള്ള ബോധവും ഇല്ല. ഇതിനെയാണ് അപ്പോ ഒരു 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 സ്ഥായിയായ സ്ഥിരനായ ഒരു ചേതനന്റെ ആവശ്യമില്ലാതെ തന്നെ ഇത് സംഭവിക്കുന്നു. ഇതിനെ പ്രത്യയോ ഉപനിബന്ധം എന്ന് പറയും. അതായത് ബാഹ്യമായ പ്രതീത്യ സമുത്പാദത്തിലെ പ്രത്യയോ ഉപനിബന്ധമാണിത്. ഇങ്ങനെ ബാഹ്യമായ പ്രതീത്യ സമുത്പാദത്തിന് ഹേതൂപനിബന്ധം കൊണ്ടും പ്രത്യോപനിബന്ധം കൊണ്ടും ഉള്ള ഈ ഒരു 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 മാറ്റം ആണ് ഇവിടെ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഇത് ബാഹ്യമാണ്. ആധ്യാത്മികമായ പ്രതീത്യ സമുത്പാദത്തിനും ഇതേപോലെ ഹേതുനിബന്ധവും പ്രത്യയോപനിബന്ധവും ഉണ്ടെന്ന് അവർ സമർത്ഥിക്കുന്നു. വളരെ രസകരമാണ് ഇത് നോക്കിക്കൊണ്ടു പോകാൻ അവരുടെ രീതി. അവിടെയും അവർ പല പദങ്ങളും അവർ പ്രയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രത്തിലുള്ള നാം പ്രയോഗിക്കുന്ന ആ അർത്ഥത്തിലല്ല ആ പദങ്ങൾ അവർ പ്രയോഗിക്കുന്നത് എന്നതും കൂടി മനസ്സിലാക്കണം. ഇവിടെയും അവിദ്യയുണ്ട്, അതുപോലെ ജര ഉണ്ട്, മരണം, ഇവയെല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് പരിവേദനം, ദുഃഖം, ദൗർമനസ്യം, ഇങ്ങനെയൊക്കെ പല വാക്കുകളും പല പദങ്ങളും അവരും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആധ്യാത്മികമായ പ്രതീത്യ സമുത്പാദം എങ്ങനെയാണ്? കാര്യകാരണഭാവമാണ്. ഇവ പരസ്പരം അവ ഒരു കണ്ടീഷനെ ആശ്രയിച്ചാണ് അവ നിലനിൽക്കുന്നത്. എന്നാൽ ഒരു ചേതനന്റെ ആവശ്യമില്ല. കണ്ടീഷൻഡ് കോ പ്രൊഡക്ഷൻ എന്നൊക്കെ ഇതിന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു തുടർന്നുള്ള വിശദീകരണവും അതുപോലെ ഈ 4-ാമത്തെ ശ്ലോകത്തിന്റെ വിശദീകരണങ്ങളും നമുക്ക് നാളത്തെ ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.